ചെക്ക് പോസ്റ്റിലൊക്കെ ചെല്ലുമ്പോഴാണല്ലോ എല്ലാവരും ചോദിക്കും വഴിയൊക്കെ ഭയങ്കര മോശമാണ്, അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഈ ഏജിലൊക്കെ ഹാൻഡിൽ ചെയ്യുമോ? നേപ്പാൾ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരിക്കലും പ്രതീക്ഷയില്ല, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ നേപ്പാളിലേക്കുള്ള ഒരുപാട് ട്രാവൽ വ്ളോഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നേപ്പാളിലേക്ക് ലോറിയിൽ ഒരു ട്രാവൽ വ്ളോഗ്, അതും 2 വനിതാ ഡ്രൈവർമാർ നയിച്ച ഒരു ട്രാവല്. ആ വനിതാ ഡ്രൈവർമാരെയും അവർ പോയ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ 22 വയസ്സിൽ നേപ്പാളിലേക്ക് ആ വണ്ടി മൊത്തം നയിച്ചത് മുത്താണെന്ന് പറയാം. അപ്പോൾ ദേവിക അവിടേക്ക് പോയി. അത് എങ്ങനെയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ദൂരം ഓടിച്ച്, അതും ഈ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ, ലോറി ഓടിച്ചൊക്കെ പോകുമ്പോൾ, സംസ്ഥാനത്ത് പല ഭാഗത്തും പോയിട്ടുണ്ട്, ഈ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇവിടുന്ന് പോകുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നേപ്പാൾ വരെ ലോറി ഓടിച്ച് പോകാന്നുള്ളത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല ഞാൻ. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിലൊക്കെ ചെല്ലുമ്പോഴാണല്ലോ എല്ലാവരും ചോദിക്കും വഴിയൊക്കെ ഭയങ്കര മോശമാണ്, അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഈ ഏജിലൊക്കെ ഹാൻഡിൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. പക്ഷേ എല്ലാം നല്ലതായിട്ട് മാനേജബിൾ ആയിരുന്നു. പിന്നെ നേപ്പാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവിടെയുള്ള ഒരു എക്സ്പീരിയൻസ്? ഈ ആ ഒരു നമുക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റി, അങ്ങനെയുള്ള എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ മൊത്തത്തിൽ? ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയ സമയങ്ങളിൽ മെയിൻലി വഴീനെ പറ്റിയായിരുന്നു കൂടുതലും നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഒന്ന് ലോഡുമായിട്ട് പോകുന്നതും നമ്മൾ കാറിൽ പോകുന്നതും ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും പറയും ഘാട്ടൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ഘാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അപ്പം കയറിയെല്ലാം ഓക്കെ ആയിരുന്നു. എന്താ പറയുക, നമുക്ക് സംഭവം ഡേഞ്ചറസ് ആണോ എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഘാട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, നല്ല സ്ഥലങ്ങളും നല്ല ഇതുമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഭയങ്കര കുത്തുകയറ്റമായിരുന്നു. അതുപോലെ കുത്തുകയറ്റങ്ങളിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, നല്ലൊരു ഫീലായിരുന്നു. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാരവാനും കൊണ്ട് ഒരു ഹിമാലയൻ ട്രിപ്പൊക്കെ പോയി വന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരു വ്യത്യാസമല്ലേ, ഇത് ലോറിയിൽ നേപ്പാളിലേക്ക് എന്ന് പറയുമ്പോൾ? ഞാൻ ആദ്യം എന്താ ഓർത്ത് എല്ലാവരും ചോദിക്കും മോശം വഴിയിൽ ഓടിക്കുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഫസ്റ്റ് കാരവനായിട്ട് ലഡാക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഓൾറെഡി ബസ് ലഡാക്ക് വഴിയൊക്കെ ഓടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാനേജ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ആ ഒരു കോൺഫിഡൻസിലാണ് സത്യത്തിൽ ഇറങ്ങി. ആ ഒരു ഹിമാലയൻ ട്രിപ്പ് ഇതിന് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നില്ല? നല്ല അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് മെയിനായിട്ടും നമ്മൾ ലോറിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ വലിയ വണ്ടി മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വന്നത്. ജലജി ഇപ്പോൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തെ പല സംസ്ഥാനങ്ങളിലേക്കും പോയി, അപ്പോൾ നേപ്പാളിലേക്കും പോയി. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ നേപ്പാളിലേക്കുള്ള ട്രിപ്പ് നമ്മൾ പിടിക്കുന്ന? കാരണം ഇവിടേക്ക് ലോഡ് കിട്ടുമ്പോൾ എന്ന ചോദ്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെ, അത് ഞങ്ങളൊരു 3 വർഷം മുമ്പ് ഒന്ന് നേപ്പാൾ പോയായിരുന്നു. അപ്പോൾ അന്ന് ഒരു 2023 ഏപ്രിൽ പോയായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ട് ഒരു 5-6 ദിവസം നേപ്പാളിലേക്ക് ലോഡ് നോക്കി വെയിറ്റ് ചെയ്തു. നേപ്പാൾ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരിക്കലും പ്രതീക്ഷയില്ല, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം ഒരു ട്രിപ്പ് പോയി. പക്ഷേ അന്ന് ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ ലോറിയും കൊണ്ടൊരു നേപ്പാളിനകത്തൊരു 10-20 കിലോമീറ്റർ പോയുള്ളായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേപ്പാളിൻ്റെ തലസ്ഥാനം ആയ കാഠ്മണ്ഡുവിലേക്കാണ് പോയത്. അതൊരു നമ്മൾ നേപ്പാളിനകത്തോട് ഒരു 300 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 600 കിലോമീറ്ററോളം ഓടി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒത്തിരി. അപ്പോൾ എവിടുന്നായിരുന്നു നമുക്ക് ലോഡ് കിട്ടിയത്? കേരളത്തിൽ നിന്ന് കിട്ടിയിരുന്നോ? കേരളത്തിൽ നിന്ന് തന്നെ കിട്ടി. കേരളത്തിൽ നിന്നല്ല, ഇവിടെ ചിക്കമംഗളൂരിൽ നിന്ന്, കർണാടകയിൽ നിന്ന്. എന്തായിരുന്നു നമ്മുടെ തവണത്തെ ലോഡ് ഈ വുഡൻ ഫ്ലോറിങ്ങിനുള്ള വുഡൻ പാനൽ. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് തിരിച്ച് നമുക്ക് എല്ലാ യാത്രകളിലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ലോഡ് എടുക്കും, തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ലോഡ് കിട്ടും. അങ്ങനെ എത്തവണ കിട്ടിയിരുന്നു അവിടെ ഇങ്ങോട്ട്? ഇല്ല, അവിടുന്ന് കിട്ടിയില്ല. അവിടുന്ന് കുറച്ച് വീട്ടു സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി ഞങ്ങളിവിടെ UP വന്ന് ഗോരഖ്പൂർ വന്നാൽ ലോഡ് കയറ്റിയത്. അത് നമ്മുടെ നാട്ടിലോട്ട് തന്നെ ലോഡ് കിട്ടി, തൊടുപുഴയ്ക്ക്. മറ്റൊരു രാജ്യത്തേക്ക് ഓടിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വേറെ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ പോകാൻ അവസരങ്ങൾ നോക്കുന്നുണ്ടോ? പിന്നെ നോക്കുന്നുണ്ട്. ഭൂട്ടാനും പിന്നെ നമ്മുടെ ബംഗ്ലാദേശൊക്കെ പോകണമെന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ യാത്ര എന്നപ്പുറത്ത് ഈ ലോഡ് കൊണ്ടുപോകുന്നത് ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് ഇതൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ നേപ്പാളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ? 2 കൾച്ചറിലായാലും ശരി, അവിടെയുള്ള സൗകര്യങ്ങളായാലും ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ എല്ലാത്തിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് അവിടെ ഫീൽ ചെയ്തിരുന്നു? നേപ്പാളിൽ മെയിനായിട്ട് നമുക്ക് തോന്നുന്നത് ഒന്ന് ക്ലീനാണ്. അതുപോലെ തന്നെ വാഷ്റൂംസ് നല്ല, എല്ലായിടത്തും വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര വലിയ മോഡേൺ വാഷ്റൂംസ് ഒന്നും അല്ലായിരിക്കും, പഴയ വാഷ്റൂം ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റും ആയിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ബോർഡറിൽ നമ്മളൊരു 3 ദിവസം ബോർഡറിൽ സ്റ്റക്കായിരുന്നു. ഈ നേപ്പാളിൽ കസ്റ്റംസ് ക്ലിയറൻസിനായിട്ട് നമ്മൾ ഇന്ത്യ ബോർഡറിലും നേപ്പാൾ ബോർഡറിലും അങ്ങനെ ക്ലിയറൻസിനായിട്ട് കുറച്ച് ദിവസം കിടന്നായിരുന്നു. അപ്പം ഇന്ത്യ ബോർഡറിൽ നമുക്ക് അവിടെ ബോർഡറിൽ ഡ്രൈവേഴ്സിനുള്ള ഇതെല്ലാം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ റോഡിൽ തന്നെ ആയിരുന്നു, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തെല്ലാം റോഡിൽ തന്നെ. അപ്പം വാഷ്റൂം ഫെസിലിറ്റീസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പം അത് ഭയങ്കര പാടായിരുന്നു. 2 ദിവസം മാനേജ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ 1.5 കിലോമീറ്റർ നടന്ന് പോകണം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേപ്പാളിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റിലെത്തിയപ്പം അവിടെയും വാഷ്റൂം ഇല്ലായിരുന്നു ലേഡീസിന്. കാരണം അവിടെ കൂടുതലും ജെൻസാണ് വരുന്നത്, അധികം ലേഡീസ് വരാറില്ല. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ സ്റ്റാഫ് അവരുടെ വാഷ്റൂം ഞങ്ങൾക്ക് തന്നു. മീൻ ലേഡീസാണ്, കാരണം മറ്റേ വാഷ്റൂം ജെൻസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ അവിടുത്തെ സ്റ്റാഫ് അവരുടെ വാഷ്റൂം തന്നു. പിന്നെ നമ്മൾ അല്ലാണ്ട് നമ്മൾ നേപ്പാൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സിറ്റീസിലോട്ടൊക്കെ പോകുമ്പോഴും അതുപോലെ പോകുന്ന വഴിക്കും ഇഷ്ടംപോലെ വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. നല്ലൊരു ഇതായിരുന്നു. ആ ഒരു സാധനം നമ്മുടെ നാട്ടിലേക്ക് കൂടി വരണം എന്നൊരു അത് നാട്ടിലേക്കും കൂടെ വരണമെന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ നമുക്ക് അതുപോലെ വാഷ്റൂമും കാണാം. അതെല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റും ആയിരിക്കും. ഭയങ്കര വലിയ ലുക്കൊന്നും വേണമെന്നൊന്നുമില്ല, പുതിയ മോഡേൺ വാഷ്റൂംസ് ഒന്നും അല്ലായിരിക്കും, പക്ഷെ എല്ലാം നല്ല ക്ലീനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടുപേരും നല്ലപോലെ വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വണ്ടി ഓടിക്കാൻ തന്നിരുന്നോ കുറച്ച് ദിവസം? ഇല്ല, ഞാൻ കുറച്ചേ ഓടിച്ചുള്ളൂ. ഇവർ തന്നെയാണ് മൊത്തം ഓടിച്ചത്. മൊത്തത്തിലൊരു 10, 200, 250 കിലോമീറ്ററേ ഈ മൊത്തം പോയിട്ട് വന്നിട്ട് ഞാൻ ഓടിച്ചുള്ളൂ. പലപ്പോഴായിട്ട് 6000 കിലോമീറ്റർ മുകളിൽ ഓടി. 1600 കിലോമീറ്ററോളം ഓടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഈ ലോഡും കൊണ്ട് പോകുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് തന്നെ ബോർഡർ ചെക്ക് പോസ്റ്റുകളും അങ്ങനത്തെ ക്ലിയറൻസ് ഉണ്ട്, കുറവാണെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലിയറൻസും അങ്ങനെ കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒരു കൗതുകം. ഇപ്പം ഞങ്ങൾ നേരത്തെ പോയ പിന്നെ റെക്സോൾ ബോർഡർ വഴിയാണ്. പക്ഷെ അവിടെ നല്ല സൗകര്യമുണ്ട്. ഇന്ത്യയുടെ കസ്റ്റംസിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, നേപ്പാളിൻ്റെ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സൊനോലി ബോർഡറിൽ ഇപ്പം ഇന്ത്യയുടെ കസ്റ്റംസ് ക്ലിയറൻസിനുള്ള വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പണിത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റോഡിൽ തന്നെ കിടക്കണമായിരുന്നു. അത് വലിയൊരു പ്രശ്നമായിരുന്നു ഇവരെ സംബന്ധിച്ച്. അടുത്തെങ്കിലും വാഷ്റൂമില്ല, പിന്നെ ഭയങ്കര വെയിൽ, ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂടും പൊടിയെല്ലാം ആയിട്ടാണ്. അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്ത്യയുടെ അവിടെ ക്ലിയർ ചെയ്യണേ നമ്മുടെ പേപ്പറെല്ലാം ക്ലിയർ ആണ്, താമസമൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം എന്നാണ് കിടക്കുന്നത്. ഞങ്ങൾ 2 ദിവസം അവിടെ കിടന്നു വഴിയിൽ. പിന്നെ നേപ്പാളിൽ ചെന്നിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് കഴിയുമ്പം നേപ്പാളിൻ്റെ അങ്ങോട്ട് വിടും. ആ നേപ്പാളിൻ്റെ അവിടെ പോയി വീണ്ടും കിടക്കണം. അവിടുത്തെ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സാധാരണ ബില്ലൊക്കെ കറക്റ്റും വേറെ താമസമൊന്നുമില്ല. സ്ഥിരം പോകുന്ന ലോഡുകളൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ ക്ലിയർ ആവും. ഇനി ചിലതിന് അതിലും കൂടുതൽ സമയമാവും. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. പിന്നെ നേപ്പാളിലെ റോഡുകൾ മൊത്തം പറയാൻ വിട്ടുപോയി. റോഡുകളുടെ കാര്യം പറഞ്ഞില്ല. മെയിനായിട്ട് പറയേണ്ട കാര്യം അതാ. വാഷ്റൂമൊക്കെ പിന്നത്തെ കാര്യമാണ്. റോഡുകൾ ഭയങ്കര മോശമാണ്. നമ്മളെ ഇന്ത്യൻ റോഡുകൾ വെച്ച് നോക്കുമ്പം ഭയങ്കര മോശമാണ്. എന്ന് വെച്ചാൽ മെയിൻ ഹൈവേകൾ പോലും ഭയങ്കര മോശമായി ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ചിലയിടത്ത് പാലമൊക്കെ പോയിട്ട് നദിയിൽ കൂടെയൊക്കെ ഇറങ്ങി പോകുന്ന വണ്ടികളെല്ലാം. അപ്പോൾ അങ്ങനെ മഴക്കാലത്തൊന്നും അവിടെ വണ്ടി ഈ പാലം പണി തീർന്നില്ലെങ്കിൽ പോകത്തുമില്ല. അങ്ങനെയുള്ള വഴികൾ ഭയങ്കര മോശമാണ്. വേറെ പേപ്പറുകളും അങ്ങനെ കാര്യങ്ങളും നമ്മൾ ഈ പാസ്പോർട്ട് വേണോ ഇതിൽ പോകുമ്പോൾ അതൊന്നും? ഇല്ല, പാസ്പോർട്ടൊന്നും വേണ്ട. നമ്മുടെ ID കാർഡ് മതി, കാണിച്ചാൽ മതി. അതേ ഉള്ളൂ. പിന്നെ ലോറി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ലോറിക്ക് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം അങ്ങോട്ടുള്ള. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നേപ്പാളിൽ ഓടിക്കാം. പിന്നെ നമുക്കിപ്പോൾ ഈ 12 വീൽ വണ്ടിയിൽ ഇന്ത്യയിൽ നേരത്തെ ഇതിന് 21 ടൺ പാസിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ 25 ആക്കി. പക്ഷേ നേപ്പാളിൽ 21 തന്നെയാണ്. അത് ഒരു കാര്യം, 21 ടണ്ണേ കൊണ്ടുപോകാൻ അനുവദിക്കുള്ളൂ. പിന്നെ BS3 വരെയൊക്കെ അവരെ ആയിട്ടുള്ളൂ. BS4 വണ്ടികളും അങ്ങനെയുള്ളതൊന്നും ആയില്ല. അപ്പോൾ അത്രയും ബാക്കിലവർ. പക്ഷേ എന്നാലും എവിടെ ചെന്നാലും ഏതൊരു ടൗണും ഒക്കെ നല്ല ക്ലീനാണ്. അതിൽ തൂത്തുവാരി നല്ല ക്ലീനായിട്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വാഷ്റൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒത്തിരി പഴക്കമുള്ള ടോയ്ലറ്റൊക്കെ ആയിരിക്കും, പക്ഷേ നീറ്റായിരിക്കും. രാജ്യം അത് കണ്ടുപഠിക്കും തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഇവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പറയുമ്പോൾ അത് നമ്മളാ പോയ ട്രിപ്പിൻ്റെ വീഡിയോയിൽ തന്നെയുണ്ട്. AC വാഷ്റൂമൊക്കെ ലേഡീസിന് വേണ്ടിയിട്ട്. അതും ലേഡീസിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പം പുരുഷന്മാർക്ക് വേണ്ടേ? അതാണ് എൻ്റെ ഒരു സംശയം. ഇപ്പോൾ അവിടെ എല്ലാം AC വാഷ്റൂമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ പോയ ഹൈവേ തന്നെ ഒരു 4-5 ഞങ്ങൾ വഴി കണ്ടു. പക്ഷേ അതിനകത്ത് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. 9 മണിക്ക് അത് ക്ലോസ് ചെയ്യും, പിന്നെ രാവിലെ 6 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഈ ലോങ് യാത്ര ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതൊരു വിഷയമുണ്ട്. രാത്രികളിലാണല്ലോ കൂടുതൽ. അല്ല, ട്രക്കിൽ പിന്നെ ആണുങ്ങളല്ലേ ഉള്ളൂ. സ്ത്രീകളാണെങ്കിലും യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ അടുത്ത് നിന്നപ്പോൾ തന്നെ ലേഡീസ് വന്നിച്ച് പോകുന്നത് കണ്ടു. ലോക്ക് ചെയ്തിട്ട് അവർ പോയി. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ ബാക്കിയുള്ളിടത്തൂടെ ആയി വരണം, പിന്നെ പുരുഷന്മാർക്കും ആയി വരണം. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മളെ ആൾക്കാർ മാറണം. ഈ വാഷ്റൂം ഉപയോഗിക്കാൻ പോലും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അതാണ് പ്രശ്നം. അതെ, അതിനുള്ള ക്ലാസ്സുകളൊക്കെ സ്കൂളിൽ തന്നെ കൊടുത്താൽ ഏറ്റവും നല്ലത്. കേരളത്തിലല്ല കേട്ടോ, ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതൊരു മെയിൻ കാരണം തന്നെയാണ്. പിന്നെ ബാക്കി കാര്യം എന്ന് വെച്ചാൽ നേപ്പാളിൽ പിന്നെ ഹിന്ദി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഹിന്ദി ഇംഗ്ലീഷും. ഹിന്ദി പറഞ്ഞാൽ പ്രശ്നങ്ങളില്ല. ഫുഡും വലിയ വ്യത്യാസമൊന്നുമില്ല. ചോറൊക്കെ അതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ ഫാൻസായി ഇവർ. ചോറ് മതി അവിടെ ചെന്നാൽ. അപ്പം വെള്ളയരിയാണെന്നുള്ളേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചിക്കൻ കറിയൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെയൊക്കെയുള്ള കറിയൊക്കെ വലിയ എരിവൊന്നുമില്ല, സ്പൈസി ഒന്നുമല്ല, വലിയ കുഴപ്പമില്ലാത്ത. പിന്നെ സ്ഥലങ്ങൾ കാണാൻ നല്ലതാണ്. മലമ്പ്രദേശമല്ലേ, ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു, കുഴപ്പമില്ല.
ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. ഞാൻ 1-2 സ്റ്റോറിയിലൊക്കെ കണ്ടിരുന്നു അവിടെ വെള്ളത്തിനിടയിൽ കൂടെ ഓടിക്കുന്നത്. ആ മഴയും അതെങ്ങനെയുണ്ട്, അത് ഇച്ചിരി ഒരു പേടിയൊക്കെ തോന്നി, ഇച്ചിരി മഴ കൂടി കഴിഞ്ഞ സമയത്ത്? ഒരു പേടിയൊന്നും തോന്നിയൊന്നുമില്ല. ആ മഴ വന്നപ്പോഴത്തേക്ക് എന്താ പറയുക, ഫുള്ള് ഇരുണ്ട് മൂടി വേറൊരു വൈബായിരുന്നു മൊത്തത്തിൽ. എന്താ പറയുക, നമ്മളിങ്ങനെ എന്തോ കാട്ടിക്കൂടെയൊക്കെ പോകുന്നതെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ നല്ല ഇരുന്ന് അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ ചിലയിടത്തൊക്കെ നമ്മൾ ഭയങ്കര വഴി വന്ന് ബ്ലോക്കായി നിൽക്കുകയും ഒരു വണ്ടി മാത്രമേ പാസ്സാകത്തുണ്ടായിരുന്നുള്ളൂ വഴിയിലേക്ക്. അങ്ങനെയുള്ളതൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു മഴയായി കഴിഞ്ഞപ്പം. പിന്നെ വഴിയിലൊക്കെ ചെളിയൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജലജേച്ചി കുറേ കേട്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ലേഡി ഡ്രൈവർ ഓടിക്കുന്ന സമയത്ത് ഇത് പറ്റുമോ എന്നൊരു അത്ര സംശയങ്ങളും മുഖങ്ങൾ, അത് ഇവിടേക്ക് പോകുമ്പോൾ നേപ്പാളിലേക്ക് കയറുന്ന സമയത്തും ഒരുപാട് മുഖങ്ങൾ, അങ്ങനത്തെ മുഖങ്ങളും അങ്ങനത്തെ ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല? ഇഷ്ടംപോലെ ആൾക്കാർ, അത് ബോർഡറിലായിക്കോട്ടെ എല്ലായിടത്തും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, പോകാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അച്ഛൻ കൂടെ ഉള്ളു. അപ്പോൾ ഞങ്ങളുടെ നീ എവിടെയെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ അച്ഛൻ്റെ കൊടുത്താൽ മതി വണ്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ പോക്കോ, ഞങ്ങൾ രണ്ടുപേരുടെ പോയി. എല്ലാവർക്കും സംശയം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ. മാനേജബിളാ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ 20 വയസ്സിൽ ലൈസൻസ് എടുത്തു. അപ്പം ഓടിച്ച 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഓക്കെ ആയിരുന്നു. ജലജേച്ചി നോക്കുമ്പോൾ 22 വയസ്സിൽ നേപ്പാളിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്നു. ചേച്ചിക്ക് അത് കഴിഞ്ഞില്ല, പക്ഷേ അപ്പോൾ തോന്നുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടിയൊക്കെ വരില്ലേ, ഒരു കൂടുതൽ കാര്യങ്ങളൊക്കെ സുഖകരമായി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെ. ഞാനിപ്പം 41 വയസ്സായപ്പോഴാണ് നേപ്പാളിലേക്ക് വണ്ടി ഓടിച്ചു പോയത്. പക്ഷേ മൊത്തം 22 വയസ്സിൽ വേല അഭിമാനമുണ്ട് എനിക്ക്. വേറെ കാര്യം കൂടി ഉണ്ട്, എനിക്ക് തോന്നുന്നത് എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല, നേപ്പാളിലേക്ക് ലേഡി ഡ്രൈവർമാർ ഇത്രയും ലോങ്ങിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്നത് ആദ്യത്തെ ഒരു സംഭവമാണ്. അതിലൊരു പ്രൗഡ് മൊമെന്റ് തോന്നില്ലേ? പിന്നെ ഉണ്ട്, അതിൽ അഭിമാനമുണ്ട്. അത് ആദ്യം ഞാൻ പോയി, ഇപ്പം രണ്ടാമത് മുത്തും പോയി. അപ്പം ഞങ്ങൾ അമ്മയും മോളും അങ്ങനെ പോയാലൊരു അഭിമാനമുണ്ട്. ബോർഡറിലും എല്ലാവരും പറഞ്ഞു ആദ്യമായിട്ട് ആ ലേഡി ഡ്രൈവർമാർ വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴേ അവർ ഫസ്റ്റ് നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസിനായിട്ട് ബോർഡറിൽ ചെന്നപ്പോൾ, സൊനാലിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യമായിട്ട് ആ ലേഡി ഡ്രൈവേഴ്സ് വരുന്നത്. അപ്പം വാഷ്റൂമിനൊക്കെ ഇങ്ങനെ പോലെ കുഴപ്പമുണ്ട് ഞങ്ങളോട് അവിടെ ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ വാഷ്റൂമിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട്. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു, അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പക്ഷേ ലേഡി ഡ്രൈവർമാരായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഈ ബോർഡറിലൊക്കെ നല്ല ആളുകളുടെ ഒരു പെരുമാറ്റം കുറച്ചുകൂടി നന്നായി തോന്നുന്നുണ്ടോ? അത് എല്ലാവരും എന്താ നല്ലൊരു ഇതാണ്, നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അതിശയമാണ് പെട്ടെന്ന് കാണുമ്പോൾ. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു. പിന്നെ വഴിയാണെങ്കിലും ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോയില്ലേ, അപ്പം കുറേ പേര് വന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ പയ്യന്മാരൊക്കെ വന്നിട്ട് വഴിയൊക്കെ പറഞ്ഞു തരാനും അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവരും. പറയാൻ പറ്റിയത് ചേട്ടനായിരിക്കും, കാരണം പണ്ടോട്ടേ ഓടിച്ചു പോകുമ്പോഴും ഇപ്പോൾ ഇവരോടെ പോകുമ്പോഴും വ്യത്യാസം അറിയാലോ. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും എവിടെ ചെന്ന് ഏത് തുറയിലുള്ള ആൾക്കാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. അത് തന്നെയല്ല, ഓഫീസർമാരും പലരും വന്ന് എന്നോട് പറഞ്ഞു, ഇവരെ കേൾക്കാൻ എന്നോട് വന്നിച്ച് പറയാം, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഘാട്ട് റോഡൊന്നും ഇവർക്ക് ഓടിക്കാൻ കൊടുക്കില്ല. എന്നോട് ഓടിക്കാൻ അറിയാവുമെന്ന് ചോദിച്ചു. എന്നോട് ഓടിക്കാൻ അറിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. അവിടെ ഇവർക്ക് ഓടിക്കാൻ കൊടുക്കരുത്, നിങ്ങൾ ഓടിച്ചോണമെന്നൊക്കെ പറഞ്ഞു. അത് ഒരാളല്ല, പലരും വന്ന് പറഞ്ഞു വഴി അതുപോലെ മോശമാണ്. പക്ഷേ അത്ര മോശമൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. എന്നാ വെച്ചാൽ മോശമാണെന്ന് പറഞ്ഞാലും വഴി മോശമാണ്, പക്ഷേ അത്ര ഓടിക്കാൻ വയ്യാത്തത്ര മോശമൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ലായിരുന്നു. ഹിമാലയയിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വന്ന ചില റോഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വീതിയുണ്ട്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എന്നാണെന്നറിയോ, ചെളിയാവും. അപ്പോൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഭയങ്കര. എന്ന് വെച്ചാൽ ഭയങ്കര പശയുള്ള മണ്ണാണ്, പൊടി മണ്ണാണ് ബോർഡർ പോലുള്ള. മഴ പെയ്യുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര ചെളിയാകുക. അപ്പോൾ വഴി പണി നടക്കുന്നതുകൊണ്ട് മെറ്റിലൊന്നും ഇല്ല, മൺ റോഡാണ് കുറേ ഭാഗങ്ങളൊക്കെ. അങ്ങനെയുള്ളിടത്ത് മഴയത്ത് ഓടിക്കുമ്പം ഭയങ്കര പ്രശ്നം തന്നെ വരാം. എന്ന് വെച്ചാൽ ചവിട്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വണ്ടി സ്ലിപ്പായി പോകാനുള്ളൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ നേപ്പാളിലേക്ക് പോകുന്നു, ഹിമാലയത്തിലേക്ക് പോകുന്നു, അവിടെയും ലീഡ് ചെയ്ത് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നു ആ ഒരു അവസരങ്ങളൊക്കെ കിട്ടിയ പിന്നെ അപ്പോൾ അടുത്തത് എവിടേക്കെങ്കിലും ഒരു സ്ഥലം മനസ്സിൽ കണക്കാക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഒരു പോകുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച കാറിലേ പോകാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ, അപ്പം ഇപ്പോൾ എനിക്ക് ലോറിയിൽ പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഇനി അടുത്ത രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇപ്പോൾ ഭൂട്ടാനിലോട്ടാണെങ്കിലും ബംഗ്ലാദേശാണെങ്കിലും പറ്റുന്നത്രയും ലോറിയിൽ പോയി എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ആഗ്രഹം. ലോറിയിൽ പോകുന്നതാണോ കാറിലും ബസ്സിലൊക്കെ പോകുന്നതാണോ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നു? ലോറിയിൽ പോകുന്നതാണ് നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടവും ലോറിയിൽ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലിരുന്ന് കാണുന്നതിനേക്കാളും വ്യൂ ഭയങ്കര ഡിഫറെൻറ്റാണ്. പിന്നെ ആ കയറ്റത്തിൻ്റെയൊക്കെ ഒരു ഫീൽ അറിയണമെങ്കിൽ ലോറിയിൽ പൊക്കത്തിൽ തന്നെ ഇരിക്കണം. അതിനൊരു രസമുണ്ട് മൊത്തത്തിൽ. ചേച്ചി ഇപ്പോൾ എത്ര സംസ്ഥാനം കഴിഞ്ഞു? ഇനിയിപ്പോൾ എത്ര ഒരു രാജ്യവും കൂടി കിട്ടിക്കഴിഞ്ഞു? അപ്പോൾ ഇനിയിപ്പോൾ എത്രയായി? 25 സ്റ്റേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 3 സ്റ്റേറ്റും കൂടെ ഉണ്ട്, മണിപ്പൂരും സിക്കിമും മിസോറാമും. പിന്നെ ഇപ്പം നേപ്പാൾ പോയി. ഭൂട്ടാൻ പിന്നെ ഞങ്ങളൊരു 10-15 കിലോമീറ്റർ ഉള്ളിലോട്ടേ പോകുള്ളൂ, അത് ലോറിയും കൊണ്ട് പോയില്ല. 3 സംസ്ഥാനം കൂടി ഒന്ന് പെട്ടെന്ന് എടുത്തു കൊടുക്കണേ. അതെ, അത് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഭൂട്ടാനിനെ ബംഗ്ലാദേശിലൂടെ പോകണം. പക്ഷേ ലോറിയും കൊണ്ട് ഈ നേപ്പാളിൽ പോകുന്ന അത്രയും ദൂരം മറ്റേ 2 രാജ്യത്തും പോകാൻ പറ്റില്ല. ഒരു 10-20 കിലോമീറ്റർ 30 കിലോമീറ്ററൊക്കെ പോകാം, അത്രേ ഉള്ളൂ. ബംഗ്ലാദേശിനകത്ത് അത്രയും കൂടെ പറ്റില്ല. പിന്നെ പോയെന്ന് പറയാം, ലോറി കൊണ്ട് അത്രേ ഉള്ളൂ. ബോർഡറിൽ കുറച്ച് ദൂരേ പോകാൻ പറ്റുള്ളൂ. നേപ്പാളിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല, പോവാം. അത് വലിയ നല്ലൊരു പിന്നെ ഉള്ളിലല്ല, തലസ്ഥാനമാണല്ലോ. പിന്നെ എവിടെ പോയെന്ന് പറഞ്ഞാലും ലോറിയും കൊണ്ട് പോകുമ്പം ഒരു ടൈമുണ്ട്. ആ സമയത്തിനകം നമ്മൾ തിരിച്ച് ബോർഡർ കടക്കണം, ഇല്ലെങ്കിൽ ഫൈൻ വരും.
അങ്ങനെ ഞങ്ങൾ പിന്നെ 3-4 ദിവസം അവിടെ കറങ്ങി, അതിൻ്റെ ഫൈനടച്ചു. മറക്കില്ല. അതെ, അങ്ങനെ ഒരു ദിവസം തന്നെ 2500 രൂപയാണ് അവിടുത്തെ നേപ്പാൾ റുപ്പി. അങ്ങനെ അപ്പോൾ മുത്തിനിന് എത്ര സംസ്ഥാനം കവർ ചെയ്യാണ്ട്? എനിക്ക് ഇനി നോർത്ത് ഈസ്റ്റിൽ കുറച്ച് ഏരിയകളേ ഉള്ളൂ. നമ്മൾ ഈ അമ്മ പറഞ്ഞ സിക്കിം, മിസോറാം, പിന്നെ ത്രിപുര ഉണ്ട്, നാഗാലാൻഡും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ സ്ഥലങ്ങളിൽ കൂടി പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത്. അപ്പോൾ അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പുകൾ കൂടി ഇവർക്ക് പോകാൻ കഴിയട്ടെ, ലോറി കൊണ്ട് പോകാൻ കഴിയട്ടെ, യാത്രകൾ തുടരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.